മാലൂർ പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് UDF മെമ്പർമാരുടെ പ്രതിഷേധ സമരം. മട്ടന്നൂർ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിലാണ് സമരം. KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പൈപ്പുകൾ സ്ഥാപിച്ച മാലൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം കാലവർഷം ശക്തമായതോടെ അപകട ഭീഷണിയിലായിരുന്നു. പറമ്പൽ, ശിവപുരം, ലക്ഷംവീട്, വെള്ളിലോട് പ്രദേശങ്ങളിലെല്ലാം അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. മഴയ്ക്ക് മുൻപേ കുഴിയെടുത്ത റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്യുമെന്ന ജല അതോറിറ്റി അധികൃതരുടെയും കരാറുകാരുടെയും വാക്കുകൾ പാഴ്വാക്കായി എന്നാരോപിച്ചായിരുന്നു സമരം. KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി സമരം ഉദ്ഘാടനം ചെയ്തു. റോഡ് കൂടാതെ എല്ലാ സ്ഥലങ്ങളിലും 100 മീറ്റർ ഇടവിട്ടാണ് പല സ്ഥലങ്ങളിലും റോഡ് കീറി ഓരോ വീടുകളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ജംഗ്ഷനുകളിലൊക്കെ സാധാരണ ഗ്രാമീണ റോഡുകൾ കീറിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഗ്രാമീണ റോഡുകളുടെ പൊതുവിലുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥയുടെ ഭാഗമായി പല സ്ഥലങ്ങളിലും കുണ്ടും കുഴിയുമാകുന്ന പ്രദേശങ്ങൾ റോഡ് കീറിയതിന്റെ ഭാഗമായി ഇപ്പോൾ സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക്, കുട്ടികൾക്ക് സഞ്ചരിക്കാൻ പറ്റാതായിരിക്കുന്നു. നാളെ അടുത്ത ദിവസം സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടാൻ വേണ്ടി പോകുന്ന ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പാകെ, മാലൂർ പഞ്ചായത്ത് അടക്കം എല്ലാ പഞ്ചായത്തുകളിലെയും അധികാരികളുടെ മുമ്പാകെ, വാട്ടർ അതോറിറ്റി അധികാരികളുടെ മുമ്പാകെ വിവരം കൊടുത്തിട്ടും അവർ നിസ്സഹായരായി കൈമലർത്തുന്ന സാഹചര്യമാണ്. മാലൂർ പഞ്ചായത്ത് UDF ചെയർമാൻ A. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. രാഘവൻ കാഞ്ഞിരോളി, ഒമ്പാൻ മൊയ്തു, P. അബ്ദുൽ ലത്തീഫ്, പാറ വിജയൻ, TP സിറാജ് എന്നിവർ സംസാരിച്ചു. മാലൂർ പഞ്ചായത്തിലെ UDF അംഗങ്ങളായ കാഞ്ഞിരോളി രാഘവൻ, N. സഹദേവൻ, ശ്രീകലാ സത്യൻ, ശ്രീജ മേപ്പാടൻ, TP സിറാജ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.